പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഈ നിമിഷം മുതൽ അങ്ങയുടെ ഞങ്ങൾ തിരിച്ച് ഇന്നത്തെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കർത്താവെ, എല്ലാ മക്കളെയും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുന്ന എല്ലാ മക്കൾക്കും, ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും, ഈ പ്രാർത്ഥന ആദ്യമായിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ ദേവമാതാവിനെ പ്രത്യേക മാധ്യസ്ഥ ലഭിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ സംസാരങ്ങളെയും സംഭാഷണങ്ങളെയും ചെയ്തികളെയും നിൻ്റെ ഒപ്പിനെയും നിൻ്റെ എഴുത്തിനെയും കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ യാത്ര, നിൻ്റെ ജോലി, നിൻ്റെ താമസം, നിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ കർത്താവ് ഏറ്റെടുക്കുകയും നിനക്കത് അനുകൂലമായി മാറ്റുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉന്നതമായ ജീവിതത്തിന് വേണ്ടി ഉള്ള നിൻ്റെ പരിശ്രമങ്ങളിൽ നിൻ്റെ കഴിവുകൾ നീ തിരിച്ചറിയുകയും ദൈവത്തെ നീ ആശ്രയിക്കുകയും കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവശ്യിക്കുകയും നീ ഉന്നതമായ മേഖലകളിൽ നിനക്കുള്ള തടസ്സങ്ങളെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് നീങ്ങിപ്പോവുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളം ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഇന്നേ ദിവസം കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കപ്പെടട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സുസ്ഥി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എല്ലാ കാലത്തും വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രയർ എന്നുള്ളതിന് നമുക്ക് നമ്മുടെ പ്രായത്തിനൊത്ത് മറുപടി പറയണം. അല്ല 2 വയസ്സിൽ 5 വയസ്സിൽ ദൈവൻ്റെ പിതാവാണ്, ഞാൻ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞത്, അല്ല 5 വയസ്സ് അതിൻ്റെ കിൻഡർഗാർട്ടൻ സ്റ്റൈലിൽ ആദ്യകാലങ്ങളിൽ ദൈവാനുഭവത്തിന് ആദ്യകാലം പറയാം. പക്ഷെ മുതിർന്ന അത് പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ആധ്യാത്മിക സ്വയം പര്യാപ്തത എന്ന് പറയുന്ന സംഭവമുണ്ട്. സെൽഫ് സഫീഷ്യൻറ്റി, സ്പിരിച്വൽ സെൽഫ് സഫീഷ്യൻസി. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് സ്പിരിച്വൽ സെൽഫ് സഫീഷ്യൻസിയെ കുറിച്ചാണ്. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ സെൽഫ് സഫീഷ്യൻസി ഇല്ലാത്ത ഒരാൾ വന്നിട്ട് ഈശോടുത്ത് പപ്പ ജപ പഠിക്കണണ്ടല്ലേ? ആരാണത്? സെഞ്ചൂറിയൻ. ആ സെഞ്ചൂറിയൻ്റെ അടുത്ത് ലുക്ക 7:7 അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും കണ്ട അയാൾ ഹീസ് നോട്ട് സ്പെഷ്യലി സഫീഷ്യൻറ്റ്. എന്താ അയാളെ പറഞ്ഞു? സെഞ്ചൂറിയൻ ശതാബ്ദം എന്താ പറഞ്ഞ ഈശോനെ കുറിച്ച്? അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് 50, 50, 60, 55 വയസ്സുണ്ട്. ക്രോണോളജിക്കലി അയാൾക്ക് നല്ല വയസ്സുണ്ട്. പക്ഷെ അയാൾ ഈശോനെ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ പറ്റണില്ല അയാൾക്ക്. അയാളത് നേരിട്ട് പക്ഷെ പാവപ്പെട്ടവൻ തുടർന്ന് പറഞ്ഞു, അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് ആരോട് പറഞ്ഞ് അയാൾ എന്താ ചെയ്യണത്? അയാൾ യഹൂദ പ്രമാണിമാരോട് പറഞ്ഞു. യഹൂദ പ്രമാണിമാരാണ് ഈശോനോട് അയാളെക്കുറിച്ച് പറയണത്, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ലുക്ക 7:3 ശതാധിപൻ യേശുവിനെ കുറിച്ച് കേട്ട് തന്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവന്റെ അടുത്ത് അയച്ചു. ചില യഹൂദ പ്രമാണികളെ പുള്ളിക്കാരന് ഒരു സ്പിരിച്വൽ സഫീഷ്യൻസി ഇല്ല, സെൽഫ് സഫീഷ്യൻസി ഇല്ല, ആധ്യാത്മികമായിട്ടുള്ള ഒരു യോഗ്യതയില്ല. അതുകൊണ്ട് അയാൾ വേറെ ഒരാളെ ചട്ടം കെട്ടുകയാണ്. അവർ വന്ന് എന്താ പറയണമെന്ന് വെക്കേ, അവർ വന്ന് ഈശ്വരനോട് അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഭാഗമുണ്ട്. ലുക്ക 7:4-5 അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ച് പറഞ്ഞു. അവരും വന്നിട്ട് കേണപേക്ഷിക്കണം കേട്ടാ, നേരെ ഇന്ന് പറയണില്ല. പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. സെഞ്ചൂറിയൻ ശതാധിപൻ അർഹനാണെന്ന്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒഴിവാക്കരുത്. കേണപേക്ഷിക്കണ ആ യഹൂദ പ്രമാണികൾ നല്ലവരാണ്. കേണപേക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഒഴിവാക്കപ്പെടാതിരിക്കാനാണ് കേണപേക്ഷിക്കണത്. ഇതിൻ്റെ കാര്യം പറയും. അതെന്താണ്? ആ ശതാധിപൻ്റെ ഒരു ആസ്തി ഭദ്രത എന്ന് പറയും. അയാൾ ദൈവത്തിന് സന്നിധി സമ്പന്ന. വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രയർ? ഈ പ്രശ്നം തന്നെ നമുക്ക് മുന്നത്. വൈ ഷുഡ് ഐ ഹിയർ ദ പ്രയർ ഓഫ് ദി സെഞ്ചൂറിയൻ? എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? അവൻ സിനഗോഗ് പ്രാർത്ഥനാലയം പണിത് തന്നിട്ടുണ്ട്. എൻ്റെ ദൈവവേദന ഇതുപോലെ നിൻ്റെ ഈ വയസ്സില്ലേ, ഭൗമികമായ വയസ്സില്ലേ, 20 ആകാം, 25 ആകാം, ചില 40 ആകാം, 45 ആകാം, 55 ആകാം. ഈ വയസ്സിൻ്റെ ലെവലനുസരിച്ച് നിനക്ക് ദൈവതിരുസന്നിധിയിൽ ആസ്തി ഭദ്രത വേണം. നമ്മളെ എപ്പോഴും വില്ലനാക്കുന്നത് വയസ്സാണ്. തമാശ പറയല്ല. ഇപ്പം നിനക്ക് ഭക്തി ഉണ്ട്, വിശ്വാസമുണ്ട്, ദൈവത്തിരുസന്നിധി സുഹൃതങ്ങളുണ്ട്, ആസ്തിബദ്ധത ഉണ്ട് എന്ന് ചോദിച്ചാൽ കർത്താവ് എന്താ തിരിച്ചു ചോദിക്കണത്? നിന്റെ വയസ്സ് ചോദിക്കും കർത്താവ്. നമ്മൾ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ നമ്മളുടനെ കർത്താവ് നമ്മുടെ ചോദിക്കും, നിന്റെ വയസ്സത്തെ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കും. അപ്പം നിങ്ങളൊക്കെ ഇത് അന്ന് ചോദിച്ച കർത്താവ്
അതെവിടെ ചോദിച്ചു? നിക്കോദേമോസിനോട് ചോദിക്കണില്ല. അതാണ് സംഭവം. അയാൾ പറയാൻ പ്രായമായ എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എന്താ ചോദിക്കണത്? നീ ഇസ്രയേലിലെ റബിയല്ലേ? അതാണ് നിന്റെ സ്റ്റാറ്റസ്. അതാണ് ഇസ്രയേലിലെ റബി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തന്നെ റബിയാകത്തില്ല. അതിന് നല്ല പ്രായവും പക്വതയും ഇരുത്തവും വന്നിരിക്കണം. റബി അയാളുടെ ക്രൊണോളജി ക്ലിയർ, അയാളുടെ ഇമോഷൻ മച്യൂരിറ്റി, അയാളുടെ സ്റ്റാറ്റസ്, അയാളുടെ സ്റ്റാറ്റസിന് പറ്റുന്ന രീതിയിൽ അയാൾക്ക് ദൈവത്തോടുള്ള റിലേഷൻസ് ഉണ്ടാകണം. യോഹന്നാൻ 3:10. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? അതിന്റെ നിക്കോദേമോസിനോട് പറഞ്ഞാണ്, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? അവന്റെ സ്റ്റാറ്റസിൽ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അവൻ എന്താണ് വീണ്ടും ജനിക്കുന്ന കാര്യങ്ങളാണ് പറയണത്. അയാൾ ചോദിക്കണത് വീണ്ടും എങ്ങനെ ജനിക്കും, ഞാൻ പ്രായമായില്ല എന്ന് ചോദിക്കണത്. അപ്പം പ്രായമായിട്ട് കാര്യമില്ല, പ്രായത്തിൽ അപ്പോൾ അറിവുണ്ടാകണമെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? അത് ഭയങ്കര നിസ്സാരമല്ല, അത് ഭയങ്കര വെല്ലുവിളിയാണത്. അപ്പോൾ നമ്മളുടെ പ്രായത്തിനൊപ്പം ദൈവാനുഭവം നമുക്കുണ്ടാകണം. പ്രായത്തിനൊപ്പം നമുക്ക് ദൈവത്തിനെക്കുറിച്ച് അറിവും അനുഭവവും ഉണ്ടാകണം. അതുകൊണ്ട് അങ്ങനെ ഒരു അപ്ഡേഷൻസ് വന്നാലാണ് നമുക്ക് അതിജീവിക്കാൻ പറ്റത്തുള്ളൂ എല്ലാ വിഷയങ്ങളും. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നും വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2019 ഫെബ്രുവരിയിലാണ്. എൻ്റെ ഉടമ്പടി നിയോഗത്തിലെ ഫസ്റ്റ് നിയോഗം ഞങ്ങളുടെ ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യമായിരുന്നു. 2005 ഞങ്ങളൊരു സ്ഥലം ഒരു ക്രഷറിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്ഥലത്തിന് 3 കോടി രൂപ കൊടുത്തിരുന്നു. പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ചേർത്താണ് 3 കോടി രൂപ കൊടുത്തത്. പക്ഷേ അയാൾ, ആ ഉടമസ്ഥയിലുള്ള ആൾ ഞങ്ങളെ പറ്റിക്കുകയാണ് ഉണ്ടായത്. അയാൾ അതിന് പകരമായി ഞങ്ങൾക്കൊരു സ്ഥലം എഴുതി തന്നെങ്കിലും ആ സ്ഥലം വിൽക്കുവാൻ അയാൾ ഞങ്ങളെ അനുവദിച്ചിരുന്നില്ല. ഓരോ വിൽപ്പനക്കാർ വരുമ്പോഴും ആ സ്ഥലത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് അയാൾ വിൽപ്പന മുടക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തായിരുന്നു ഞങ്ങൾ ഈ പൈസ കൊടുത്തിരുന്നത്. ഞങ്ങൾക്ക് നല്ലൊരു കടബാധ്യതയിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം വിറ്റുപോവുകയും ഞങ്ങളുടെ ബാധ്യതകൾ തീരുകയും ചെയ്തു. രണ്ടാമതായി എനിക്കുണ്ടായ നിയോഗം, എൻ്റെ ഹസ്ബൻഡ് 10 വർഷമായി അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. 4 വർഷം കൂടുമ്പോഴാണ് ജോലിക്ക് കയറി 4 വർഷം കൂടുമ്പം അവർക്ക് പ്രമോഷൻ കിട്ടേണ്ടതാണ്. പക്ഷേ ഇവരുടെ മാനേജർ ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം പ്രമോഷൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഉടമ്പടി നിയോഗത്തിൽ ഞാൻ നിയോഗമായി ഇതും സമർപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഭാഗമായി ഈ വർഷം ആദ്യം 10 അവർക്ക് പ്രമോഷൻ കൊടുത്തിരുന്നത് അവരുടെ എംപ്ലോയി നമ്പർ വെച്ചായിരുന്നു. അതായത് ആദ്യം ജോലിക്ക് കയറിയത് വെച്ച് ആ ഒരു നമ്പർ വെച്ചായിരുന്നു അവർക്ക് പ്രമോഷൻ കൊടുത്തിരുന്നത്. പക്ഷേ കൊടുക്കാതിരുന്ന മാനേജർ മാറി പുതിയ മാനേജർ വരികയും ആ മാനേജർ വന്ന് പുതിയൊരു നിയമം കൊണ്ടുവന്നു. ഇൻ്റർവ്യൂ നടത്തി പ്രമോഷൻ കൊടുക്കുക. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് 10 പേര് കഴിഞ്ഞ് 11ാമത്തെ ആളായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. 11 പേർക്ക് അവർ ഇൻ്റർവ്യൂ നടത്തുകയും എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റാകുകയും ഹസ്ബൻഡിന് പ്രമോഷൻ കിട്ടുകയും ചെയ്തു. പിന്നെയുള്ളത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും അലർജി രോഗം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് വെച്ച് ഞാൻ ഡെയിലി കൊടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി പൂർണ്ണമായും അലർജി രോഗം മാറിക്കിട്ടുകയും ചെയ്തു. എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. തോമസ്, എറണാകുളത്ത് നിന്ന് വരുന്നു. 2019 ഫെബ്രുവരി 28 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മകൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹത്തിനെ പറ്റി സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മകൾക്ക് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു തുടങ്ങി ഡോക്ടറെ കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിൻ്റെ കോർണി ചുരുങ്ങി പോകുന്നൊരു അസുഖമാണ്, അത് ഓപ്പറേഷൻ ചെയ്യണം.
അല്ലെങ്കിൽ കണ്ണ് പൂർണ്ണമായി മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ അത് ഡോക്ടറെ കണ്ട് പോന്നെങ്കിലും പിന്നെ അതിന് ശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം അച്ഛനെ കാണാനുള്ള ഒരു അവസരം കിട്ടി. അച്ഛൻ മകളുടെ കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും 2 വർഷത്തിന് ശേഷമാണ് പിന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ സ്കാൻ ചെയ്തു, എല്ലാം നോക്കിക്കഴിഞ്ഞ് പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഇപ്പം 2 കൊല്ലം വരെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് കൊണ്ട് ഇനി എനിക്കൊരു ഓപ്പറേഷൻ്റെ ആവശ്യമേ ഇല്ലെന്ന്. പിന്നെ വീണ്ടും 1 വർഷം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഡോക്ടറെ കണ്ടു. അപ്പോഴും കണ്ണിന് ഇതൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ 2-3 തവണ ഞങ്ങൾ ഇപ്പോൾ ഡോക്ടറുടെ കാണുകയും ഒരു അസുഖവുമില്ല, കണ്ണിന് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കണ്ട എന്ന് പറഞ്ഞ് അതിൽ നിന്നും സൗഖ്യം ഈശോ തന്നു. പിന്നെ അതേ മകൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒരു ഇൻ്റർവ്യൂവും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കൂടി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി ലഭിക്കുകയുണ്ടായി. അതും ഉടമ്പടി നിയോഗമായിരുന്നു. കൂടാതെ ജോസഫച്ചൻ പ്രാർത്ഥിച്ചിരുന്നു, മകളുടെ കണ്ണിൻ്റെ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അന്ന് തന്നെ പറഞ്ഞിരുന്നു ജീവിതോപാധി കണ്ടെത്താൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഇവിടെ മാസവണക്കത്തിലും അതൊരു നിയോഗമായിട്ട് മകളുടെ വിവാഹവും ജോലി ലഭിക്കാനുള്ള ഒരാഗ്രഹവും എഴുതിയിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുക്കാൻ എത്തുന്നത് ഞങ്ങളുടെ അടുത്തുനിന്ന് വരുന്ന ജോക്സിയുടെ വന്ന് വീട്ടിലിങ്ങനെ പറഞ്ഞു, മകളുടെ കല്യാണമൊന്നും ആയില്ലല്ലോ, ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ 6-7 കൊല്ലമായിട്ട് മകൾക്ക് വിവാഹം ആലോചിക്കണമായിരുന്നു. കാരണം സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അല്ലായിരുന്നു കാര്യം, മകൾക്ക് ജോലിയുമുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടോ കല്യാണം നടക്കുന്നില്ല. അപ്പോൾ പിന്നെ മോൾക്കൊരു പേടി പോലെയാണെന്ന് നമുക്ക് വിവാഹത്തോട് അടുത്ത് വരുമ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണെന്ന്. പിന്നെ ഇപ്പോൾ ജോസഫ് അച്ഛനെ കാണാൻ അവസരം കിട്ടിയപ്പോൾ ഫോട്ടോ കൊണ്ടുവന്നു. അച്ഛൻ അതിൽ കുരിശ് വരച്ചൊക്കെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് മോളുടെ കല്യാണം ഭംഗിയായി ഞങ്ങൾക്ക് നടത്താൻ പറ്റി. ഈ അനുഗ്രഹങ്ങൾ പിന്നെ അല്ലാതെ ആത്മീയമായിട്ടുള്ള ഉണർവ് ഞങ്ങളുടെ കുടുംബത്തിന് വന്നു. 25 വർഷമായിട്ടുണ്ടായിരുന്നു എൻ്റെ അപ്പച്ചൻ കുമ്പസാരിച്ചു. ഞായറാഴ്ച തന്നെ കുർബാനയ്ക്ക് പോകാൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായി പറഞ്ഞിരുന്ന ആളാണ്. അപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു. അപ്പോൾ അങ്ങനെ മക്കളോട് പറയും, യുക്തിവാദിയായിരുന്ന ഞാൻ പ്രാർത്ഥനയിലേക്ക് വന്നെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ മടി കാണിക്കുന്നു എന്ന് ചോദിക്കും. പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഈ പ്രയാസങ്ങളിൽ നിന്നും കരകയറാനാവൂ എന്ന് പറയാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ജോസഫ് കെ. ഞാൻ എറണാകുളത്ത് നിന്നുള്ള ഐലൻഡിലുള്ള സ്റ്റെല്ല മാരിസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഓഗസ്റ്റ് മാസം 31-ാം തീയതിയാണ്. പരിശുദ്ധ അമ്മ വഴി ഈശോ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ കൃപകൾക്കും വചനത്തിന് സാക്ഷ്യം നൽകാൻ എന്നെ അനുവദിച്ചതിനും നന്ദി പറയുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് 2020 ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ എറണാകുളത്ത് ജോലി ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന്, പാസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ പോയപ്പോൾ അവിടെ ഒരു ജോബ് വേക്കൻസി, ആകെ ഒരു പോസ്റ്റോ അതിന് ഒഴിവുള്ളൂ. ആ ഒരു പോസ്റ്റിലേക്ക് അന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. അപ്പം അതിലേക്കൊക്കെ ഞാൻ അറിഞ്ഞിരുന്നില്ല, അതിലേക്കൊക്കെ ഒത്തിരി പേര് നേരത്തെ അപേക്ഷിച്ചിരുന്നു, ഓൺലൈനായിട്ടും ഡയറക്റ്റായിട്ടും. അപ്പം അന്ന് ഞാനൊരു ഉച്ചയോടെ എടുത്തിട്ടാണ് ഞാൻ അവിടെ പോയത്. ഞാനവിടെ ചെന്ന് ഈ പാസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവരെന്നോട് പറഞ്ഞ് ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഈ അപേക്ഷ ഇവിടെ സമർപ്പിക്കുകയാണെങ്കിൽ പരിഗണിക്കാം, ഇന്ന് 5 മണി വരെ സമയമുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എൻ്റെ വീട് മാഹിയിലാണ്. ശരിക്കും ഞാനിവിടെ ജോലി സംബന്ധമായ ആവശ്യത്തിനാണ് ഞാൻ എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് വിളിച്ച് പറഞ്ഞിട്ട് ഫോണിൽ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളൊക്കെ അയച്ചു തന്നു.
ഞാൻ വേഗം ടൗണിൽ പോയിട്ട് അതിൻ്റെ എല്ലാം ഡൗൺലോഡ് ചെയ്ത് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊച്ചിൻ പോർട്ടിന് സമർപ്പിച്ചു. അതിനുശേഷം ഞാൻ ലൈറ്റ് എ കാൻഡിൽ പ്രെയർ ഇട്ടു. കാരണം ചാൻസ് കുറവാണ്, ഒരു വേക്കൻസിയേ ഉള്ളൂ ആകപ്പാടെ. അപ്പോൾ ഒത്തിരി പേര് അപേക്ഷിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ടാണ് അപേക്ഷിച്ചതും. അപ്പോൾ അങ്ങനെ ലൈറ്റ് കാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷേ 1 മാസം കഴിഞ്ഞിട്ടും എനിക്ക് പോസ്റ്റിംഗ് വന്നില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് എൻ്റെ ഫയൽ വിജിലൻസും അതുപോലെ തന്നെ വിവരാവകാശ രേഖക്കാർ തോന്നുന്നു അവർ എൻ്റെ ഫയൽ എടുത്തുകൊണ്ട് പോയി. കാരണം ഇൻ്റർവ്യൂവിന് വിളിച്ചതിൽ എൻ്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലരും അപേക്ഷിച്ചിട്ടും ഇൻ്റർവ്യൂവിന് എന്നെ മാത്രമാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ട് അവർ ആരോ കംപ്ലയിൻറ്റ് കൊടുത്തു, മറ്റുള്ളവരാരോ കംപ്ലയിൻറ്റ് കൊടുത്തു. ഞാനെന്തോ പൈസയോ സ്വാധീനമോ ഉപയോഗിച്ചുകൊണ്ടതുകൊണ്ടാണ് അവർക്ക് ചാൻസ് കിട്ടാതെ പോയതെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അവിടെ ആരുമായിട്ടും പരിചയമുണ്ടായിരുന്നില്ല. ഞാൻ ആശ്രയിച്ചിരുന്നത് പരിശുദ്ധ മാതാവിലും ഈശോയിലും മാത്രമായിരുന്നു എൻ്റെ ആശ്രയമുണ്ടായിരുന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് ഒരു 1.5 മാസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് മൊത്തം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് 1.5 മാസത്തിനുള്ളിൽ എനിക്ക് പോസ്റ്റിംഗ് ഓർഡർ വന്നു. ഞാൻ ഏപ്രിൽ മാസത്തിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ജോയിൻ ചെയ്തു. ഇപ്പം അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായ ഒരു വാഹന അപകടത്തിൽ നിന്നുണ്ടായ ഈശോയുടെ അത്ഭുതകരമായ രക്ഷയാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ പെങ്ങൾ അമേരിക്കയിൽ 3 മക്കളും ഹസ്ബൻഡുമായിട്ട് സെറ്റിൽഡാണ്. അപ്പോൾ അച്ഛനും അമ്മയും കോഴിക്കോടാണുള്ളത്. അപ്പം അച്ഛനും അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് സിസ്റ്റർ അവിടെ നിന്നും ലീവിന് വേണ്ടിയിട്ട് 2 ആഴ്ച ലീവിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നു. എറണാകുളത്താണ് ആൾ വന്നത്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കോഴിക്കോട്ടേക്ക് ഞങ്ങളെല്ലാവരും കൂടി, ഞാനും വൈഫും പെങ്ങളും കൂടി കോഴിക്കോട്ടേക്ക് പോയി അച്ഛനമ്മയെ കണ്ടു. അതിനുശേഷം അവിടെ വീട്ടിൽ കുറേ വർക്കൊക്കെ ഉണ്ടായിരുന്നു. 16-ാം തീയതി ഞങ്ങൾ കോഴിക്കോട് നിന്നും മാഹിയിലുള്ള എൻ്റെ വീട്ടിലേക്ക് ഒത്തിരി ബന്ധുവീടുകളിലൊക്കെ സന്ദർശനമൊക്കെ നടത്തി പേരാമ്പ്ര കുറ്റിയാടി ഭാഗങ്ങളിൽ കൂടി ഞങ്ങൾ മാഹിയിൽ ചെന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് പണികളുണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം രാത്രി ഏതാണ്ടൊരു 10:30 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ മാഹിയിൽ നിന്നും എറണാകുളത്തിന് യാത്ര ആരംഭിച്ചു. അപ്പം വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയിരുന്നത്. വണ്ടിയിൽ പരിശുദ്ധ അമ്മയുടെ രൂപവും കൊന്തയുമൊക്കെ ഉണ്ടായിരുന്നു. വഴിയിൽ വെച്ച് ഞങ്ങൾ കൊന്തയിൽ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ യാത്രയൊക്കെ മാഹിയിൽ നിന്ന് ഇങ്ങോട്ട് 285 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ പകലും മുഴുവൻ യാത്രയായിരുന്നത് കൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക്. വൈഫ് എന്നോട് വണ്ടിയിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് 1-2 സ്ഥലത്തേക്ക് നിർത്തി ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. ഏതാണ്ട് ഒരു 5 മണി സമയമായപ്പോൾ വൈഫിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മ ഏറ്റവും മുമ്പിലായിരുന്നു. പെങ്ങളും അച്ഛനും എൻ്റെ വൈഫും പുറകിലത്തെ സീറ്റിലാണ് ഉണ്ടായിരുന്നത്. പറവൂര് കഴിഞ്ഞ് വരാപ്പുഴ പാലം കയറുന്നതിന് മുമ്പ് എനിക്ക് ഉറക്കം വന്നു. ഞാൻ മയങ്ങിപ്പോയി. എൻ്റെ വണ്ടി ഇടത് സൈഡിലേക്ക് ഇടിച്ചു കയറി. മയിൽക്കുറ്റി ആദ്യത്തെ മയിൽക്കുറ്റി തകർത്തുകൊണ്ട് രണ്ടാമത്തേതിൽ കയറിയിട്ടാണ് വണ്ടി നിന്നത്. ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടായി. എനിക്ക് അന്നേരമാണ് ബോധ്യം വന്നത് വണ്ടി ഇടിച്ചു എന്നുള്ളത്. പുറകെ വന്ന ആൾക്കാരൊക്കെ, വണ്ടിയിലുണ്ടായിരുന്നവരൊക്കെ ഓടി വന്നു. പക്ഷേ വണ്ടിയെല്ലാം ഡാമേജായി, ഫ്രണ്ടെല്ലാം തകർന്നു പോയിരുന്നു. പക്ഷേ ആർക്കും യാതൊരു ആപത്തും കൂടാതെ പരിശുദ്ധ അമ്മ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു. ആ വലിയ അപകടമുണ്ടാകുമായിരുന്ന അതിൽ നിന്നും ഇത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വരാപ്പുഴ പാലമാണ്. പാലപ്പത്തിൽ നിന്നൊക്കെ വണ്ടി താഴെ പോയിരുന്നെങ്കിൽ ആരും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയേണ്ട വണ്ടി വലത് സൈഡിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ പോലും ഇഷ്ടംപോലെ രാവിലെ 5 മണി സമയമാണ്. കുറേ വണ്ടികൾ ആ സമയത്ത് ആ റോഡിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഈശോയും പരിശുദ്ധ അമ്മയും ഞങ്ങളെ അത്ഭുതകരമായിട്ട് രക്ഷിച്ചു. അതിനുശേഷം ആ പുറകയിൽ നിന്ന് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഞങ്ങൾ മാറ്റി. ആർക്കും ചെറിയൊരു പരിക്ക് പോലും പറ്റിയില്ല. അമ്മയുടെ തല ചെറുതായിട്ടൊന്ന് സൈഡിൽ തട്ടിയെന്നല്ലാതെ വേറെ അപകടമൊന്നും ആർക്കും പറ്റിയില്ല. എല്ലാവരും ഉറക്കത്തിലായിരുന്നു. അതിനുശേഷം പുറകെ വന്ന ഒരു വണ്ടിക്കാരൻ ഞങ്ങളെ ഇവിടെ ഐലൻഡിൽ കൊണ്ടുപോയി വിടുകയും
വണ്ടി മറ്റേ ഇവർ പിക്കപ്പ് കൊണ്ടുവന്ന് ഷോറൂമിലേക്ക് മാറ്റുകയും ചെയ്തു സർവീസിന് വേണ്ടിയിട്ട്.